ഞങ്ങളിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ സാംഭാജി നഗറിലാണ് കേട്ടോ. ഹോട്ടൽ ആര്യദീപ്. ഇന്ന് ഇവിടെയാണ് നമുക്ക് സ്റ്റേ. അപ്പോൾ നമ്മളൊരു വൈകുന്നേരം 4 മണിയൊക്കെ ആയപ്പോഴേക്കും ഹോട്ടലിലേക്ക് എത്തി. ഇന്ന് മൊത്തം നമുക്കൊന്ന് റെസ്റ്റാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം നമ്മളൊരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻറ്റൊക്കെ തപ്പിയിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. നമുക്ക് വലിയ റെസ്റ്റോറൻ്റ് ഒന്നും കിട്ടിയില്ല. ഒരു സാധാരണ തട്ടുകടയാണ് കിട്ടിയത്. അപ്പോൾ എന്തെങ്കിലും പോയിട്ട് വല്ല ഓംലെറ്റൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത് പക്ക വെജിറ്റേറിയൻ ഒരു ഹോട്ടലായിരുന്നു. നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് വലിയ മെനു ഒക്കെ തന്നു. അപ്പോൾ ഞാൻ 1-2 ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തപ്പോൾ അതൊന്നുമില്ല, ആകെയുള്ളത് ചപ്പാത്തി മാത്രമാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഓർഡർ ചെയ്തു. അതേപോലെ മഷ്റൂം മസാലയും പിന്നെ മട്ടർ പനീറുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒത്തിരി എണ്ണയിൽ ഈ കറികളൊക്കെ ഇങ്ങനെ കിടക്കണം കാണുമ്പോൾ നമുക്കങ്ങനെ കഴിക്കാനായിട്ട് തോന്നില്ല. കാരണം ഇവർ കടുകെണ്ണയാണല്ലോ യൂസ് ചെയ്യുന്നത്, നമ്മുടെ പോലത്തെ ഉള്ള ഓയിലൊന്നുമല്ല. അപ്പോൾ കറിയിൽ ഒത്തിരി എണ്ണ കിടക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ, ഞാൻ ഒരുപാട് എണ്ണ കഴിക്കാത്ത ഒരാളായതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. എന്നാലും അത്യാവശ്യം നമ്മൾ കറിയൊക്കെ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും സമയം 7:20. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇരുട്ടായിട്ടുണ്ടാവും. ഇവിടെ ഒരു 6 മണിയുടെ ഒരു പ്രതീതി മാത്രമേ നമുക്കിവിടെ ഉള്ളൂ. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ആര്യദീപ്. നമ്മൾ ഭക്ഷണം കഴിച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ അത്താഴത്തിനുള്ള കാര്യങ്ങൾ, നമ്മുടെ കുക്കും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചിക്കൻ കറിയും വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ആണ് കേട്ടോ നമുക്ക് ഇന്നത്തെ അത്താഴം. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരുടെയും നല്ല കാര്യമായിട്ടുള്ള കുക്കിങ്ങിലാണ്. ഏകദേശം ഒരു 8:30 മണിയാകുമ്പോഴേക്കും നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റും. അതിന് മുമ്പായിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്നിങ്ങനെ കഴിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മുടെ ഫുഡ് എന്തായാലും വിപുലമായിരിക്കും രാത്രി.